നമ്മളൊരു വെറൈറ്റി ചെമ്മീൻ പൊടി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഉണക്ക ചെമ്മീൻ തലയും വാലും ഒക്കെ കിള്ളി വെച്ചിട്ട് തവയിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഉണക്ക ചെമ്മീൻ പൊടി 2-3 എണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് വേറൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചെമ്മീൻ പൊടി. അതെ. അപ്പൊ അതിനിത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കിയേച്ചാണ് നമ്മൾ പൊടിക്കാനെടുക്കണം. പിന്നെ പൊടിക്കാൻ നേരത്ത് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. നന്നായിട്ട് തവയിലിട്ട് ചൂടാക്കി ആ തവയിൽ നിന്ന് ഞാൻ മാറ്റണത് അതിലിരുന്നാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് അങ്ങ് നിരത്തി വെക്കാം. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടേ മിക്സിയിൽ പൊടിക്കാൻ പറ്റുള്ളൂ. ചൂടോട് കൂടി പൊടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ നിരത്തി വെച്ചതാട്ടോ. എന്നിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ കൊച്ചു ബൗളിൽ എല്ലാം കൂടെ ചേർത്തങ്ങ് പൊടിച്ചെടുക്കാം. ചെമ്മീൻ പൊടിക്കുന്നതിനായിട്ട് നമ്മൾ ചേർക്കുന്നത് ഇതേ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ഇതേ ഒരു പച്ച മാങ്ങയുടെ ഒരു പൂളി ഞാൻ ചെറുതായിട്ട് നുറുക്കിയതാണ്. മാങ്ങയുടെ ഒരു പൂളേ ഉള്ളൂ കേട്ടോ. അത് ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതെ. പിന്നെ നമ്മളിതേ എരിവിനനുസരിച്ച് കാന്താരിമുളക് ചേർക്കാം. ഞാനൊരു 7-8 എണ്ണം ഉണ്ട് കൂട്ടോ എൻ്റെ ചേർത്ത് കാന്താരിമുളക്. പിന്നെ പാകത്തിന് ഉപ്പ്, അതൊക്കെ അവനവൻ്റെ ഇതുപോലെ. പിന്നെ 3-4 ദളം ചുമന്നുള്ളി ഉണ്ട്, 1 ദളം വെളുത്തുള്ളി ഉള്ളൂ കേട്ടോ. വെളുത്തുള്ളി. പിന്നെ നമുക്ക് തേങ്ങയാണ് ഇതിന് കൂടുതൽ ചേർക്കണം. കാരണം മാങ്ങ ഇടുന്നതുകൊണ്ട് അല്ലെങ്കിൽ പുളി കൂടുതലായിരിക്കും. അപ്പോൾ ഒരു മുറി തേങ്ങ ഉദ്ദേശം ഇതുണ്ടാകും. ഇത് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇത്ര മതിയില്ല, തേങ്ങ മൊത്തം ഇട്ടില്ല. മൊത്തം ഇടണ്ട, ഇത്രയും മതിയാവും. നമുക്ക് ആദ്യം ഒന്ന് പൊടിക്കും പോലെ 1 സെക്കൻഡ് ഒന്ന് മിക്സി ഒന്ന് ഓൺ ചെയ്ത് വെച്ച് നോക്കാം. ഇത് വെള്ളം ഒഴിക്കണ്ട? ഇല്ല, ചെമ്മീൻ പൊടിക്ക് വെള്ളം ഒഴിക്കൂല ഒട്ടും. മാങ്ങ ഉള്ളത് കൊണ്ട് അതിൽ നനവ് കിട്ടും. അപ്പം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. അതിനുശേഷം ഈ പതുക്കെ ഒന്ന് കാച്ചി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ചേർത്ത് പൊടിച്ചെടുക്കാം. അപ്പൊ ഇത് നമ്മൾ അരച്ചല്ല എടുക്കണം, പൊടി പാകത്തിന് പൊടിക്കണ രീതിയിലായതുകൊണ്ട് വെള്ളം ചേർക്കൂല. നമ്മള് ഇത് നോക്കിക്കേ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ഇത് കണ്ടോ, തേങ്ങ ചെമ്മീൻ ഒഴികെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് ചെമ്മീൻ അതിലേക്ക് ചേർത്ത് 1 സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഇത് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കുറവാന്ന് തോന്നുവാണെങ്കിൽ തേങ്ങ ചേർത്താം. ക്രഷ് ചെയ്യാം. അപ്പൊ നമ്മൾ ക്രഷ് ചെയ്തു അല്ലേ? ക്രഷ് ചെയ്തു. ഇനി ഇത് പാത്രത്തിലേക്ക് ഒന്ന് മറിക്കട്ടെ. മറിച്ച് കഴിഞ്ഞിട്ട് കൈ ഞാൻ ക്ലീൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെ അതിൽ നിന്ന് മൊത്തം വടിച്ചെടുക്കേണ്ടി വരും. ലാസ്റ്റ് കുറച്ച് അതിലിരിക്കും. നമുക്ക് കൈ കൊണ്ട് തന്നെ വടിച്ചെടുക്കണം. അത് ബ്ലേഡിൽ കൈ മുറിയാതെ നോക്കണം കേട്ടോ. കൈ കൊണ്ട് എടുത്താലേ ഇത് കംപ്ലീറ്റ് കിട്ടുള്ളൂ. നമ്മളങ്ങനെ ചെയ്യാറ്. അതുകൊണ്ടാണ് നിങ്ങൾ ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യുക അതുപോലെ തന്നെ ചെയ്യാം. ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. പുളി നിലത്ത് നിൽക്കൂല. ഒരു പറ കഞ്ഞി കുടിക്കാണ്ടേ. രുചി നോക്കിക്കേ. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. നല്ല ടേസ്റ്റാ. ഇത് കഴിച്ചതായിട്ട് എന്റെ ഓർമ്മയിൽ അങ്ങനെ ഇല്ല. മാങ്ങയിട്ട് കാണിക്കണത് ഇവിടെ അമ്മച്ചി പല പ്രാവശ്യം ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മച്ചി ഇങ്ങനെ പുളി ചേർത്തും ഉണക്കച്ചെമ്മീൻ കാച്ചി പൊടിക്കും, മാങ്ങ ചേർത്തും ഉണക്കച്ചെമ്മീൻ കാച്ചി പൊടിക്കും. ഞാൻ ഇവിടെ വന്നാണ് ഞങ്ങളുടെ അവിടെയൊക്കെ ഉണക്കച്ചെമ്മീൻ തേങ്ങയിട്ട് കാച്ചി പൊടിക്കുന്ന രീതിയാണ് ഉള്ളത്. ഇവിടെ അമ്മച്ചിയുടെ രീതികളാണ് ഇതൊക്കെ. പക്ഷെ അപാര ടേസ്റ്റ് അല്ലേ? പിന്നെ സൂപ്പർ ടേസ്റ്റ്. കാന്താരിമുളകും കൂടെ അങ്ങ് ചേർന്ന് കഴിയുമ്പോ ഭയങ്കര ടേസ്റ്റ് അല്ലേ? അത് പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി സ്വാദാണ് കേട്ടോ. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഡിസ്പ്ലേക്ക് എടുക്കാം. ഞാൻ എടുത്ത് വെക്കുവാണേ. ഇത് ഈ ചെമ്മീൻ പൊടിയൊക്കെ നമ്മളിങ്ങനെ ചമ്മന്തി അരയ്ക്കുന്നത് പോലെ ഈ ഉരുട്ടി വെക്കൂല കേട്ടോ. പൊടിയായിട്ടാണ് വെക്കണത്. ഇത് അതുകൊണ്ടാണ് ഞാൻ ഉരുട്ടാതെ തന്നെ ഡയറക്റ്റ് വെക്കണത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഉണക്ക ചെമ്മീൻ മാങ്ങ, പച്ച മാങ്ങ ചേർത്തിട്ടുള്ള ചമ്മന്തിയാണിത്. കാന്താരിമുളക്. അതെ, കാന്താരിമുളകും ചേർത്ത്. കണ്ടാൽ അത്ര അട്രാക്ഷൻ ഇല്ലെങ്കിലും വളരെ സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റ് ആണ്. കഞ്ഞിയുടെ ഒക്കെ ഒപ്പം നല്ല രുചിയാണ് കഴിക്കാനായിട്ട് അല്ലേ? കഞ്ഞിക്കാണ് കൂടുതൽ കോമ്പിനേഷൻ. അതെ, നല്ലൊരു അടിപൊളി ഡിഷ് തന്നെയാണ്. ചമ്മന്തിയുടെ കൂട്ടത്തിലെ ഒരു സൂപ്പർ ഡിഷാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണുവരേക്കും ബൈ ബൈ. ബൈ ബൈ.